വടക്കൻ കേരളത്തിലെ വേറിട്ട ഓണശീലങ്ങളിൽ ഒന്നാണ് ചെറുവത്തൂർ കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ അമ്പെയ്ത്ത് അനുഷ്ഠാനം. തിരുവോണ ദിനത്തിലും അവിട്ടം ദിനത്തിലുമാണ് ഇത് ആചരിക്കുന്നത്. ഇന്ന് ചെറുവത്തൂരിൽ മാത്രമാണ് ഇടു എന്നറിയപ്പെടുന്ന ഈ അമ്പെയ്ത്ത് ആചാരം നിലനിൽക്കുന്നത്. പഴയ കാലത്ത് ഗ്രാമീണ സമൂഹത്തിലെ ആയോധന അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ഇത്തരം ഇഡുകൾ. ഓണം നാളുകളിൽ ചെറുവത്തൂർ കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ ഇഡുവിലാണ് ആചാരപ്പെരുമയിൽ അമ്പെയ്ത്ത് നടത്തുന്നത്. പൊതിച്ച തേങ്ങ വെള്ളത്തിൽ കുതിർത്ത് ചിരട്ട പൊട്ടിച്ചെടുത്ത വെളുത്ത കാമ്പാണ് ഇടുവിൽ ലക്ഷ്യസ്ഥാനമായി വയ്ക്കുന്നത്. മുള കൊണ്ടുണ്ടാക്കിയ വില്ലും കുരുത്തോലയുടെ ഈർക്കലിൽ തീർത്ത അമ്പുകളുമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇരുന്നു കൊണ്ടുള്ള അമ്പെയ്ത്തിൽ ലക്ഷ്യത്തിൽ അമ്പ് തറയ്ക്കുന്നില്ലെങ്കിൽ ലക്ഷ്യവുമായുള്ള ദൂരം കുറച്ചുകൊണ്ടുവരുന്നതാണ് രീതി. ക്ഷേത്രമാചാരക്കാരും അവകാശികളും ഉൾപ്പെടെ 10 പേരും കൂട്ടിമക്കാരും വാലിക്കാരുമാണ് അമ്പെയ്ത്തിൽ പങ്കെടുക്കുക. എന്നാൽ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. ഉത്രാടത്തിന് തലേന്നാള് കാവക്കാർമാരെ കയറ്റുകാരെ വീട്ടിൽ നിന്ന് വെച്ച് തേങ്ങ 3 കുല തേങ്ങ പറിച്ചിട്ട് അത് പൊതിഞ്ഞെടുത്തിട്ട് കൂമ്പാക്കിയിട്ട് കൊണ്ടുവരലാണ്. അത് രാത്രിക്ക് വെള്ളത്തിലിട്ടിട്ട് വെച്ച് രാവിലെ 4 മണിക്ക് എണീറ്റ് കുളിച്ചിട്ട് തൂക്കുന്നു. തൂക്കെന്ന് പറഞ്ഞാൽ പിന്നെ ഉത്രാടത്തിനും പിന്നെ തിരുവോണം അവിട്ടം 3 ദിവസം അടുപ്പിച്ചിട്ട് ചെയ്യേണ്ടതാണ്. അമ്പെയ്ത്ത് പങ്കെടുക്കുന്ന 4 വീട്ടിൻ്റെ അവകാശമാണ്. പിന്നെ കാവക്കാർമാർ, കൂട്ടിയക്കാർ, പ്രവർത്തിക്കാർ. കാവക്കാർമാർക്കാണ് ഇതിന്റെ പങ്കാളിത്തം മെയിൻ ഉത്തരവാദിത്തം. കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂർ കാരിയിൽ കൂടാതെ കോവൽ, പീലിക്കോട്, രൈരമംഗലം, വടക്കേവാതിൽക്കൽ, പുത്തിലോട്ട് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഇത്തരം ഇഡുകൾ ഇന്നും കാണാം. എങ്കിലും ഓണനാളുകളിൽ സജീവമായ അമ്പെയ്ത്ത് നടക്കുന്നത് കാരിയിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഇഡുവിൽ മാത്രമാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്. ഓണക്കാല പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവുമായി കാസർഗോഡ് ആയമ്പാറ കാനത്തുങ്കാലിലെ ബാലകൃഷ്ണൻ. 5 ഏക്കറോളം സ്ഥലത്താണ് ബാലകൃഷ്ണന്റെ വ്യത്യസ്തമായ കാർഷിക ലോകം. കടുത്ത വേനലിൽ പോലും ഹരിതാപമാണ് ഈ കൃഷിയിടം. അതുതന്നെയാണ് കാസർഗോഡ് പെരിയ ആയമ്പാറ കാനത്തുങ്കാലിലെ ബാലകൃഷ്ണന്റെ കൃഷിയിടത്തെ വ്യത്യസ്തമാക്കുന്നത്. സ്വന്തമായുള്ള 1.5 ഏക്കർ സ്ഥലത്തിന് പുറമെ പാട്ടത്തിനെടുത്ത ഭൂമിയിലും ബാലകൃഷ്ണൻ കൃഷി ഇറക്കിയിട്ടുണ്ട്. പാവൽ, കോവയ്ക്ക, നരമ്പൻ, വെണ്ട, കക്കിരി, പടവലം, ചീര, പയർ, മത്തൻ തുടങ്ങിയ പച്ചക്കറികളും നേന്ത്രവാഴയും നാണ്യവിളയായ കുരുമുളകും തെങ്ങും കവുങ്ങും എന്നുവേണ്ട എല്ലാത്തരം കൃഷിയും ഇദ്ദേഹത്തിന് പരിചിതമാണ്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കൃഷിയാണ് ബാലകൃഷ്ണന്റെ പാരമ്പര്യം. ഞാൻ ഹൈബ്രിഡ് വിത്ത് വാങ്ങും, അതിൻ്റെ ഇടയിൽ നാടൻ വിത്ത് വാങ്ങും. അത് ഞാൻ ട്രൈയിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ നടും. ചാണകം ഇറക്കും, കോഴിവളം ഇറക്കും, ആട്ടുമുളക് ഇറക്കും. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് കൂട്ടി വെക്കും. അത് എന്നിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. രാസവളം ആവശ്യത്തിന് മാത്രം, ഇത് വലിച്ചെടുക്കാൻ വേണ്ടി മാത്രം കൊടുക്കും. ബാക്കിയെല്ലാം ജൈവത്തിൻ്റെ ഇതാണ്. ഹൈസ്കൂൾ പഠനകാലം കഴിഞ്ഞ് ഉടൻ തന്നെ കൃഷിയിലേക്ക് ഇറങ്ങി. അന്നു മുതൽ കൃഷി തന്നെയാണ് ബാലകൃഷ്ണന്റെ ഉപജീവന വഴി. സഹായത്തിനായി ജീവിത പങ്കാളി നിർമ്മലയും കൂട്ടിനുണ്ട്. പൂർണ്ണമായും ജൈവരീതിയിലുള്ള കൃഷിയായതിനാൽ ആവശ്യക്കാരും ഏറെയാണ്. സംസ്ഥാന ഹരിതകീർത്തി അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ബാലകൃഷ്ണനെ തേടിയെത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കും കുട്ടി കർഷകർക്കും ആവശ്യമായ കാർഷിക പാഠങ്ങൾ നൽകാൻ ഏത് സമയവും ഈ കർഷകൻ റെഡിയുമാണ്. ന്യൂസ് മലയാളം, കാസർഗോഡ്.